ഇവർക്ക് നോക്കിയാൽ പന്തിരങ്കാവ് ഫ്ലൈ ഓവറിന്റെ ട്രാക്ക് ഇട്ടു പോകുന്ന വർക്കുകളും പൂർത്തീകരിച്ച് വാഹനങ്ങൾ ഓടിത്തുടങ്ങി. പാലം കഴിഞ്ഞ് ഉടൻ ബാരിയർ ബ്ലാക്ക് ആൻഡ് വൈറ്റ് പെയിന്റ് വർക്ക്. മാമ്പുഴപ്പാലത്തിന്റെ ഒരു വശത്തെ റോഡിന്റെ കോൺക്രീറ്റ് വർക്ക് കഴിഞ്ഞു. ഇരുവശത്തെ സൈഡിലെ വാളിനുള്ള പൈലിംഗ് വർക്കുകളും തകൃതി. ഇത് കഴിഞ്ഞാൽ ഹൈലൈറ്റ് മാളിന്റെ ഫ്ലൈ ഓവറിന്റെ പണികളെല്ലാം പൂർത്തീകരിച്ച് വാഹനങ്ങൾ ഓടുന്ന ഒരു കിള കാഴ്ചയും കണ്ട് നമുക്ക് അറപ്പുഴപ്പാലത്തിന്റെ അവിടുന്ന് വീഡിയോ തുടങ്ങാം. ഹായ് ഫ്രണ്ട്സ്, ദേശീയപാത കോഴിക്കോട് ജില്ലയിലെ അയിഞ്ഞലം അറപ്പുഴപ്പാലം മുതൽ പന്തിരങ്കാവ് ഹൈലൈറ്റ് മാൾ വരെയുള്ളൊരു വീഡിയോയാണ് നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. ഈ റീച്ചിൽ 5 പാലങ്ങളാണ് വരുന്നത്. അറപ്പുഴപ്പാലം കഴിഞ്ഞ ഉടനെ ഒരു ചെറിയ അണ്ടർപാസ്, അത് കഴിഞ്ഞാൽ പന്തിരങ്കാവ് ഫ്ലൈ ഓവർ, പിന്നെ മാമ്പുഴപ്പാലം കൂടത്തുംപാറ അണ്ടർപാസ്, അത് കഴിഞ്ഞാൽ ഹൈലൈറ്റ് മാൾ ഫ്ലൈ ഓവർ. അങ്ങനെ നമ്മൾ അറപ്പുഴപ്പാലം കഴിഞ്ഞ് ഏകദേശം ആ ചെറിയ അണ്ടർപാസും കഴിഞ്ഞ് പന്തിരങ്കാവ് ഫ്ലൈ ഓവറിൻ്റെ ഭാഗത്തേക്കാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ പൂർണ്ണമായും കാണുക. ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ പോയി നോക്കാം ഹൈലൈറ്റ് മാൾ വരെ. അപ്പോൾ ഇവിടെ അങ്ങോട്ട് പന്തിരങ്കാവ് ഭാഗത്തേക്കുള്ള ആ ഒരു കാഴ്ച നോക്കിയാൽ 2 ഭാഗത്തെ ക്രാഷ് ബാരിയറിൻ്റെ വൈറ്റ് അടിച്ച് ബ്ലാക്ക് ആൻഡ് വൈറ്റ് പെയിൻറ്റും സെൻറ്ററത്തെ ഡിവൈഡറിൻ്റെ വർക്കുകളും 3 ലൈനുകളുള്ള 2 ഭാഗം ട്രാക്ക് ഇട്ട് പോയ ആ ഒരു കാഴ്ചകളും സ്ട്രീറ്റ് ലൈറ്റ് CCTV ക്യാമറക്കുള്ള 4 CCTV ക്യാമറ വെച്ച് പോയിട്ടുണ്ട്. അങ്ങനെ ഒരുവിധം എല്ലാ പണികളും ഫൈനൽ ടാറിംഗ് വർക്ക് കഴിഞ്ഞ് എല്ലാവിധ വർക്കും കഴിഞ്ഞ് പന്തിരങ്കാവ് ഫ്ലൈ ഓവറെ 6 വരിപ്പാതയുടെ ടാറിംഗ് വർക്കുകളെല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള ഒരു കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പന്തിരങ്കാവ് ഫ്ലൈ ഓവറിൻ്റെ മുകളിൽ റോപ്പ് കട്ടിംഗ് മെഷീൻ്റെ വർക്കുകളൊക്കെ ആയിരുന്നു കണ്ടിരുന്നത്. അവിടെ ഡിവൈഡറിന് കട്ട് ചെയ്ത് ബോർഡൊക്കെ വെക്കുന്നതിന് വേണ്ടിയുള്ള ആദ്യം ഡിവൈഡർ കോൺക്രീറ്റ് ഭാഗം റോപ്പ് ആ നൂല് ഉപയോഗിച്ച് കട്ട് ചെയ്യുന്ന വർക്കുകളൊക്കെ ആയിരുന്നു. ഇന്നിപ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ട് പന്തിരങ്കാവ് കഴിഞ്ഞ് മാമ്പുഴപ്പാലത്തിൻ്റെ ആ ഒരു ഏരിയ വരെ ഏകദേശം 6 വരിപ്പാതിര ടാറിംഗ് വർക്കുകളെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ മുന്നോട്ട് പോകുമ്പോൾ എത്രത്തോളമാണ് അവിടം വരെയുള്ള വർക്ക് എല്ലാം നമുക്ക് കാണാം. അങ്ങനെ നമ്മൾ പന്തിരങ്കാവ് എത്തുന്നതിന് മുമ്പായിട്ട് ഈ ഒരു ഏരിയയിലായിരുന്നു 2 സൈഡിലും കരിമ്പാറകൾ. ഈ 2 പാറകളൊക്കെ കട്ട് ചെയ്ത് താഴ്ചയിലെടുത്ത് ഏകദേശം ഒരു 4-5 മീറ്റർ താഴ്ചയിലാട്ടോ കരിമ്പാറകളെ പൊട്ടിച്ച് റോപ്പ് നൂല് ഉപയോഗിച്ചുള്ള ആ കട്ടിംഗ് വർക്കുകളൊക്കെ നമ്മൾ മുന്നേ നിങ്ങളെ കാണിച്ചിരുന്നു. അതുപോലെ ഇവിടുന്ന് അങ്ങോട്ട് ഒരു നടപ്പാതയ്ക്ക് വേണ്ടിയുള്ള സ്റ്റാൻഡൊക്കെ സെറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഉള്ള സ്റ്റാൻഡ്, കോണിയുള്ള സ്റ്റെപ്പ് കയറാനുള്ളതൊക്കെ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അടുത്ത ഘട്ടം നമ്മൾ ഇതുവഴി വരുമ്പോൾ ആ പണികളൊക്കെ കഴിഞ്ഞതായിരിക്കും ഒരു പക്ഷേ നിങ്ങളെ കാണിക്കുക. ഇവിടെ ഉയർന്ന ഭാഗമായതുകൊണ്ട് തന്നെ 2 ഭാഗം താഴ്ചയിലെടുത്ത് റോഡ് നിലവിലെ റോഡിന് വളവും തിരിവും ഏറ്റക്കുറച്ചിലുകളൊന്നും ഇല്ലാതെ സ്ട്രൈറ്റ് ആയിട്ട് പന്തിരങ്കാവ് ഫ്ലൈ ഓവറിൻ്റെ തുടക്ക ഭാഗത്തേക്ക് അങ്ങ് ടച്ചായി. അവിടുന്ന് അങ്ങോട്ട് പന്തിരങ്കാവ് ഫ്ലൈ ഓവറിൻ്റെ ആ ഒരു കാഴ്ചയാണ് ഞാൻ നിങ്ങളെ ഇനി കാണിക്കാനുള്ളത്. അപ്പോൾ ഈ ഒരു ഭാഗത്തൊക്കെ 3 ലൈനുകൾ 2 ഭാഗത്തെ 3 ലൈനിൻ്റെ ട്രാക്ക് ഇട്ട് വന്നിട്ടുണ്ട്. നമ്മൾ മലപ്പുറം ജില്ലയിൽ ഇതുവരെ ട്രാക്ക് ഇട്ട് വന്ന ഭാഗം കുറ്റിപ്പുറം മുതൽ രാമനാട്ടുകര ബ്രിഡ്ജ് വരെ നമ്മൾ വീഡിയോ ചെയ്തപ്പോൾ കാണാൻ പറ്റിയില്ല. കോഴിക്കോട് ജില്ലയിലെത്തിയപ്പോൾ ട്രാക്ക് ഇട്ട് വരുന്ന വർക്കുകളൊക്കെ അവസാന ഘട്ടത്തിലെത്തിയിട്ടുണ്ട്. ഇവിടെ നമുക്ക് കാണുമ്പോൾ ലെഫ്റ്റ് ഭാഗത്ത് കുറഞ്ഞൊരു ഭാഗം ഈ ക്രാഷ് ബാരിയറിൻ്റെ കോൺക്രീറ്റ് വർക്കുകൾ നടക്കാറുണ്ട്. അങ്ങനെ അല്ലറ ചില്ലറ വർക്കുകൾ മാത്രമാണ് ഇവിടെ നിന്ന് അങ്ങോട്ടുള്ളത്. ഇവിടെ നമ്മൾ കുറച്ച് മുന്നേ കണ്ടതുപോലെ തന്നെ ഈ ഒരു ഏരിയ ഇവിടെ ലെഫ്റ്റ് ഭാഗത്ത് നല്ല ഉയരത്തിൽ നിന്നാണ് താഴ്ചയിലെടുത്തത്. നല്ല കരിമ്പാറകളും ചവിടി മണ്ണുകളൊക്കെ മിക്സ് ആയിട്ടുള്ളതാണ്. നാലിൻ റോപ്പ് മാർബിൾ ഡിസൈനിൽ കട്ട് ചെയ്ത് പോയ ഏരിയയൊക്കെയാണ് നമ്മൾ കാണുന്നത്. ഇവിടെ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ഇവിടെ ഇടത് ഭാഗത്ത് ബാരിയറിനുള്ള വൈറ്റ് അടിച്ച് അതിൻ്റെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് വർക്കുകളുണ്ട്. അതുപോലെ തന്നെ റോഡിന് 3 ലൈനിക്കും 3 ലൈനിലുള്ള ട്രാക്ക് ഇട്ട് പോകുന്ന വർക്കുകൾ നടക്കാനുണ്ടാവും. പല ഭാഗത്ത് നമ്മൾ തുടക്ക ഭാഗങ്ങളിലൊക്കെ കുറേ ഏരിയ പൂർത്തീകരിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടുന്ന് അങ്ങോട്ട് ഇനിയും അതിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. റൈറ്റ് സൈഡിൽ ഇപ്പോൾ നമുക്ക് കാണാം ആ ഭാഗത്ത് ഇതുപോലെ ട്രാക്ക് ഇട്ട് വന്നിട്ടുണ്ട്. ഇനി ഈ ഒരു ഭാഗത്താണ് ട്രാക്ക് ഇട്ട് വരാനുള്ളത്. അങ്ങനെ പണികൾ തകൃതിയായ വർക്കുകൾ അവിടെ നിന്ന് KMC കമ്പനിയാണ് ഇത് ഏറ്റെടുത്തത്. ഇപ്പോൾ ഇവിടെ വളരെ വേഗതയിലാണ് അവസാന മിനുക്ക് പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ പന്തിരങ്കാവ് ഫ്ലൈ ഓവറിൻ്റെ ആ ഏരിയ തുടക്ക ഭാഗത്ത് നമുക്കൊരു സർവീസ് റോഡിലേക്കുള്ള ഇരുവശത്തുമുള്ള സർവീസ് റോഡിൽ നിന്നും നമ്മൾ അയിഞ്ഞിലം ഈ ഭാഗത്തേക്കുള്ള അതുപോലെ തന്നെ ഇവിടുന്ന് അങ്ങോട്ട് പന്തിരങ്കാവ് ഹൈലൈറ്റ് മാളിലേക്കുള്ള സർവീസ് റോഡിൻ്റെ എക്സിറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്യാനുള്ള വഴി ഇട്ടിട്ടുള്ളത് ഈ ഒരു ഭാഗത്താണ്. ഇവിടെ നിന്ന് അങ്ങോട്ടാണ് നമ്മുടെ പന്തിരങ്കാവ് ഫ്ലൈ ഓവറിൻ്റെ തുടക്കം. പന്തിരങ്കാവ് ഫ്ലൈ ഓവറിൻ്റെ വർക്ക് നടക്കുന്നത് അതിൻ്റെ പില്ലറുകളും പിയർ ക്യാപ്പിൻ്റെ വർക്കുകളും ഗർഡർ ലോഞ്ചിങ് എല്ലാം ഞാൻ മുന്നേ വീഡിയോയിൽ കാണിച്ചിരുന്നു. ഇതിൻ്റെ വർക്ക് തുടങ്ങുന്ന അന്ന് മുതലുള്ള അതുപോലെ ആ ഒരു ബിൽഡിങ്ങിൻ്റെ മുകളിൽ നിന്നായിരുന്നു അതിൻ്റെ മെയിൻസിലൊക്കെ വാർപ്പിടുന്ന വീഡിയോകളൊക്കെ ഞാൻ നിങ്ങളെ കാണിച്ചിരുന്നത്. ഇന്നിപ്പോൾ അതിൻ്റെ പണികളൊക്കെ കഴിഞ്ഞ് ഇങ്ങോട്ട് നോക്കിയാൽ ഇവിടെ നിന്ന് അടിപൊളിയാട്ടോ. 2 സൈഡിലെ
ക്രാഷ് ബാരിയറും സെൻറ്ററത്തെ ഡിവൈഡർ, അതുപോലെ ഫൈനൽ ടാറിംഗ് വർക്ക് കഴിഞ്ഞ് ട്രാക്കിൻ്റെ, അതായത് 3 ലേക്കുള്ള ട്രാക്ക് ഇട്ട് പോയിട്ട് ഈ ഒരു ഭാഗത്ത് കുറഞ്ഞൊരു ഭാഗം ട്രാക്ക് ഇടാണ്ട് അവിടുന്ന് അങ്ങോട്ട് ഫ്ലൈ ഓവർ ഉയർന്നു പോകുന്ന അത് ലാസ്റ്റ് താഴ്ന്ന് പോകുന്ന ഭാഗം വരെയുള്ള 6 വരുടെ എല്ലാ വർക്കുകളും കംപ്ലീറ്റ് ആയ ഒരു കാഴ്ചയാണ് നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റുന്നത്. ഇത് കഴിഞ്ഞാൽ മാമ്പുഴപ്പാലമാണ്. മാമ്പുഴപ്പാലത്തിൻ്റെ ആ ഒരു ഭാഗത്താണ് പിന്നെ കൂടുതൽ വർക്ക് നടക്കാനുള്ളത്. അതുപോലെ കൂടത്തുംപാറ അണ്ടർപാസും. അങ്ങനെ ആ ഒരു ഏരിയയിലെ ആ ഒരു കാഴ്ച കണ്ട് നമ്മൾ ഹൈലൈറ്റ് മാള്, കാരണം കഴിഞ്ഞ പ്രാവശ്യം ഹൈലൈറ്റ് മാളിൻ്റെ വർക്കുകൾ മുകൾ ഭാഗത്തേക്ക് നമുക്ക് കയറിപ്പോകുന്നില്ല, അവിടെ കോൺക്രീറ്റ് വർക്കുകൾ ആയിട്ടുള്ളൂ. ഇന്ന് അവിടെ ടാറിംഗ് വർക്കുകളൊക്കെ കഴിഞ്ഞ് നമ്മൾ വീഡിയോയിലൊക്കെ കണ്ടതാണ്. അപ്പോൾ അതുവഴി ഇങ്ങനെ കടന്ന് ആ ഒരു ഏരിയ അതിൻ്റെ അടിഭാഗമൊക്കെ കാണിച്ചിട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ പന്തിരങ്കാവ് ഫ്ലൈ ഓവറിൻ്റെ ഏറ്റവും സെൻറ്റർ ഭാഗത്താണുള്ളത്. ഇവിടുന്ന് അങ്ങോട്ട് ഇനി കുറച്ചുകൂടി മുന്നോട്ട് പോയി കഴിഞ്ഞിട്ട് അതിൻ്റെ താഴ്ഭാഗത്തോടൊന്നും ഞാൻ നിങ്ങളെ കാണിക്കുന്നുണ്ട്. അടിഭാഗത്തുള്ള ആ ഫിനിഷിംഗ് വർക്കുകൾ, ഈ പില്ലറിൻ്റെ താഴ്ഭാഗത്തൊക്കെ പലയിടത്തും നമുക്ക് കാണാം മണ്ണ് കൂട്ടിയിട്ടിരിക്കുന്നതും അതുപോലെ ഫിനിഷിംഗ് ആക്കാത്തതും. ഇന്ന് എത്രത്തോളം അടിയിൽ ആ ബ്ലൂ കളറ് പില്ലറിനുള്ള വർക്കുകളും ഗർഡുള്ള ഗ്രേ കളറിൻ്റെ വർക്കുകളൊക്കെ എത്രത്തോളം ആയി എന്നതൊക്കെ നമുക്ക് ഈ പന്തിരങ്കാവ് ഫ്ലൈ ഓവറിൻ്റെ ഇതിൻ്റെ ലാസ്റ്റ് ഭാഗത്തുനിന്ന് ചുറ്റി താഴ്ഭാഗം കണ്ട് നമുക്ക് അടുത്ത ഏരിയയിലേക്ക് പോകാം. അങ്ങനെ ഏകദേശം നമ്മൾ ഫ്ലൈ ഓവറിൻ്റെ സെൻറ്ററൊക്കെ കഴിഞ്ഞ് താഴ്ന്ന് ഇറങ്ങുക കേട്ടോ. ഇനി ഈ കാണും ഇവിടൊക്കെ എല്ലാ 6 വരിയുമായി ബന്ധപ്പെട്ട് റോഡിൻ്റെ എല്ലാ വർക്കുകളും ഇവിടുന്ന് അങ്ങോട്ട് പൂർത്തീകരിച്ചിട്ടുണ്ട്. അപ്പോൾ അറപ്പുഴപ്പാലം മുതൽ നമ്മൾ പന്തിരങ്കാവ് ഈ ഒരു ഏരിയ എത്തും വരെ നല്ല രീതിയിലുള്ള വർക്കുകൾ, ഇനി കാര്യമായിട്ട് വർക്കുകളൊന്നുമില്ല കേട്ടോ, കുറഞ്ഞ മിനുക്ക് പണികൾ മാത്രമാണുള്ളത്. എല്ലാ പണികളും കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പന്തിരങ്കാവ് ഫ്ലൈ ഓവറിൻ്റെ താഴേക്ക് ഒന്ന് പോയി നോക്കാം. അടിപൊളി. ഇവിടെ പാലത്തിൻ്റെ ഗർഡനുള്ള ഗ്രേ കളർ പെയിൻറ്റും അതുപോലെ പില്ലറിനും പിയർ ക്യാപ്പിനൊക്കെ ബ്ലൂ കളർ പെയിൻറ്റിൻ്റെ വർക്കുകളും ഈ സർവീസുണ്ട് 2 ഭാഗത്തും കട്ടിങ്ങൊക്കെ ഇട്ടിട്ടുണ്ടോ, മറ്റേ ഇൻ്റർലോക്കിൻ്റെ ആ കട്ടിങ് വർക്കുകളൊക്കെ കഴിഞ്ഞ് അടിയിലൊക്കെ നല്ല ഫിനിഷിങ് ആക്കിയിട്ട് ഈ ലാസ്റ്റ് ഭാഗത്ത് മാത്രമാണ് ഞാൻ ക്ലിയർ ചെയ്യാനുള്ളത്. അപ്പോൾ ഒക്കെ സെറ്റാണ്. ഞങ്ങളിതിൻ്റെ മുകളിലേക്ക് പോയിട്ട് അങ്ങനെ ഇവിടുന്ന് അങ്ങോട്ട് മാമ്പുഴപ്പാലം, അടുത്തത് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ മാമ്പുഴപ്പാലത്തിൻ്റെ വർക്കാണ് ഇനി നമുക്ക് കാണാനുള്ളത്. ഇവിടുന്ന് അങ്ങോട്ട് ഈ പാലത്തിൻ്റെ പന്തിരങ്കാവ് ഫ്ലൈ ഓവറിൻ്റെ പണികൾ ഇനി കാര്യമായിട്ടില്ല, ബാക്കിയൊക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അവിടെ ഈ ടാറിംഗ് വർക്കുകളും അത് ട്രാക്ക് ഇട്ട് വരുന്ന വർക്കുകളും അതിൻ്റെ ബാരിയറിൻ്റെ വർക്കുകളൊക്കെ നമ്മൾ കണ്ടു. ഇവിടുന്ന് അങ്ങോട്ട് ഇപ്പോൾ ക്രാഷ് ബാരിയറിനുള്ള ആ വൈറ്റൊക്കെ അടിച്ചിട്ട് സ്പ്രേ അടിച്ചതിന് ശേഷമുള്ള ബ്ലാക്ക് ആൻഡ് വൈറ്റ് പെയിൻറ്റ് വർക്ക് നടക്കുകയാണ്. ഒരു ഭാഗത്ത് അത് ക്ലീൻ ചെയ്യുക കേട്ടോ. കോൺക്രീറ്റിന് ശേഷം അതൊന്ന് വെള്ളമൊക്കെ നനച്ച് ഒന്ന് ക്ലീൻ ചെയ്യും. അതുപോലെ തന്നെ പൊടിയൊക്കെ സൈഡിലൊക്കെ ഒന്ന് എയറടിച്ച് ഒഴിവാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു ഭാഗത്ത് ആ സ്കെച്ച് വെച്ച് പെയിൻ്റ് അടിക്കുന്നത് നമുക്ക് കാണാം. ആദ്യം ബ്ലാക്ക് ലൈൻ ഇട്ട് കണ്ടില്ലേ. അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ടുള്ള ക്രാഷ് ബാരിയറിൻ്റെ പെയിൻറ്റും വർക്കുകളൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ മാമ്പുഴപ്പാലം എത്തുന്നതിന് മുമ്പായിട്ട് ഇവിടെയൊക്കെ ഇനിയും ഇവിടുന്ന് അങ്ങോട്ടാണ്. അപ്പോൾ നമ്മളെ പന്തിരങ്കാവ് ഭാഗത്തു നിന്ന് പെയിൻ്റ് അടി തുടങ്ങിയിട്ട് ഈ ഒരു ഭാഗത്തേക്ക് ഇങ്ങനെ അതിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ സെൻറ്ററത്തെ ഡിവൈഡറുള്ള പെയിൻ്റ് അടിച്ചിട്ടുണ്ട്. അതുപോലെ ഇനി 6 വരിക്കുള്ള അടിഭാഗത്തിൽ ലൈനിട്ട് വരാണ്ട്. അപ്പോൾ ഇതിൻ്റെ വർക്കുകൾ കഴിഞ്ഞതിന് ശേഷമായി ആ വർക്കുകളൊക്കെ ആരംഭിക്കുക. പിന്നെ ഇനി ഇവിടുന്ന് അങ്ങോട്ട് നല്ല രീതിയിലുള്ള, അതായത് കുറഞ്ഞ വർക്കുകളൊക്കെ നടക്കാനുള്ള ഒരു ഏരിയയും കൂടിയാണ് മാമ്പുഴപ്പാലം ആ ഒരു ഭാഗം. പ്രത്യേകിച്ച് ഇവിടുന്ന് ഈ ഇടത് ഭാഗത്തേക്ക് നല്ല താഴ്ചയുള്ള ഒരു ചവിടി മണ്ണും എല്ലാം കൂടെ ഉള്ള ഒരു ഏരിയ ആയതുകൊണ്ട് തന്നെ ആ ഭാഗമൊക്കെ മണ്ണിട്ട് ഉയർത്തി സൈഡ് വാള് നല്ല കോൺക്രീറ്റ് വാളിനും അതുപോലെ തന്നെ പൈലിംഗ് ഉപയോഗിച്ചൊക്കെയാണ് അവിടുന്ന് കുഴിയെടുത്ത് പില്ലർ ഉയർത്തിയിട്ടൊക്കെയാണ് വാളിൻ്റെ വർക്കുകളൊക്കെ നടക്കുന്നത് ഈ ഒരു ഏരിയയിൽ. അപ്പോൾ ഇവിടെ നോക്കി നിങ്ങൾ സൈഡിൽ പറഞ്ഞതുപോലെ ഈ ഭാഗത്തേക്ക് നിലവിലെ റോഡിനൊപ്പിച്ച് ഇവിടെയൊക്കെ മണ്ണിട്ട് ഉയർത്തി വന്നിട്ടുണ്ട്. അപ്പോൾ ആദ്യം ഓരോ ലെയർ മണ്ണിട്ട് ഉയർത്തി കമ്പാക്റ്റിങ് ഉപയോഗിച്ച് ഗാഡർ ഉപയോഗിച്ച് കമ്പാക്റ്റ് ചെയ്ത് നല്ല രീതിയിൽ തന്നെ പ്രസ്സിങ് ചെയ്തിട്ടാണ് ഇത്തെ വർക്കുകളൊക്കെ ആരംഭിക്കുന്നത്. പ്രത്യേകിച്ച് ചവിടി മണ്ണൊക്കെ ആയതുകൊണ്ട് തന്നെ. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം ആണ് ഇനിയുള്ള അടുത്ത വർക്കുകൾ നടക്കാനുള്ളത്, ടാറിംഗ് വർക്കുകളൊക്കെ. അപ്പോൾ ആ ഒരു വർക്ക് ഇനി ഇവിടെ നടക്കാനുണ്ടാവും. അങ്ങനെ മാമ്പുഴപ്പാലത്തിൻ്റെ ഇവിടുന്ന് ഇടത് ഭാഗത്തേക്കുള്ള ആ പാലത്തിൻ്റെ പുതിയ പാലത്തിൻ്റെ പണികൾ കഴിഞ്ഞ് മെയിൻ സ്ലാബൊക്കെ വാർപ്പിട്ട് കഴിഞ്ഞൊരു ഏരിയ കാണുന്നത്. ജസ്റ്റ് ഒന്ന് മൊത്തത്തിൽ റൗണ്ട് ചെയ്ത് നിങ്ങളെ കാണിച്ചിട്ട് വീണ്ടും നമുക്ക് മാമ്പുഴപ്പാലത്തിൻ്റെ പുതിയ പാലത്തിൻ്റെ പണി കഴിഞ്ഞ ആ ഒരു ഏരിയയാണ് നിങ്ങളെ കാണിക്കുന്നത്. അവിടെ നിന്നിട്ട് ഹൈലൈറ്റ് മാളിൻ്റെ ആ ഒരു ഏരിയ ഒക്കെ ആയിട്ടാണ് കാണുന്നത്. അപ്പോൾ ഇവിടെയൊക്കെ ഇനി ക്രാഷ് ബാരിയറിൻ്റെ വർക്കുകളും അതുപോലെ ടാറിംഗ് വർക്കുകളൊക്കെ ഈ ഭാഗത്ത് ചെയ്യാണ്. ഞാൻ നേരെ ഓപ്പോസിറ്റിൽ ഇവിടെ കുറച്ചുകൂടി മുന്നോട്ട് പോയിട്ട് നേരെ ഓപ്പോസിറ്റിലും പാലത്തിൻ്റെ വർക്ക് നടക്കുന്നുണ്ട്. അതിൻ്റെ എത്രത്തോളമാണ് അവിടുത്തെ ഗർഡറിൻ്റെ വർക്കുകളൊക്കെ കഴിഞ്ഞിരിക്കണമെന്നുള്ളത് ഒന്ന് കണ്ടു നോക്കുക. അങ്ങനെ
നേരെ ഓപ്പോസിറ്റ് എന്നുള്ള ആ ഒരു കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഇവിടെയൊക്കെ പാലത്തിനുള്ള പില്ലറിൻ്റെ പണികളും പിയർ ക്യാപ്പിൻ്റെ വർക്കുകളും കഴിഞ്ഞിട്ടുണ്ട്. ചെറിയ പില്ലറാണ് എല്ലായിട്ടില്ലല്ലോ, അതുകൊണ്ട് തന്നെ പിയർ ക്യാപ്പിൻ്റെ പണികൾ കഴിഞ്ഞിട്ട് ഇനി ഗർഡർ വെക്കാനുണ്ട്. കുറച്ചുകൂടി നമുക്ക് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അവിടുന്ന് ആ ഒരു ഏരിയയിൽ നിന്ന് ഒന്നും കൂടി ഞാൻ ആ ഒരു ഭാഗം ഞാൻ നിങ്ങളെ കാണിക്കാം. അപ്പോൾ ആ സൈഡിൽ നിന്നാകുമ്പോൾ കറക്റ്റ് അവിടുത്തെ വർക്ക് എത്രത്തോളമായി ഒന്നും കൂടി കണ്ടതിന് ശേഷം ഈ ഏരിയയിലേക്ക് വരട്ടോ. അപ്പോൾ നോക്കി നിങ്ങൾ അവിടെ വീണ്ടും പില്ലറിന് കമ്പിയൊക്കെ സെറ്റ് ചെയ്യുന്നുണ്ട്, ആ റിങ് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അവിടെ നിന്ന് മൊത്തം ഒന്ന് റൗണ്ട് ചെയ്താൽ നമ്മൾ പറഞ്ഞ പോലെ ഈ ഒരു ഏരിയയിൽ ഇപ്പോൾ ബുൾട്ടൗസർ ഉപയോഗിച്ച് മണ്ണ് ലെവലാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ പുതിയ പാലത്തിൻ്റെ പണി കഴിഞ്ഞ ഏരിയയാണ് ഇത്. അപ്പോൾ ആ ഒരു ഭാഗത്തും സൈഡ് വാള് കോൺക്രീറ്റ് വാളിൽ ഉയർത്തി മണ്ണൊക്കെ ഇട്ട് ടോറസിൽ ഇപ്പോൾ മണ്ണ് കൊണ്ട് തട്ടുന്നുണ്ട്. അതുപോലെ ഗ്രേഡർ ഉപയോഗിച്ച് അത് ലെവൽ ചെയ്യുന്ന വർക്കുകളും ബുൾട്ടൗസർ ഉപയോഗിച്ച് നീക്കി കമ്പാക്റ്റിംഗ് വർക്കുകളൊക്കെയാണ് ഇവിടെ വളരെ വേഗതയിൽ നമ്മുടെ മാമ്പുഴ പാലത്തിൻ്റെ ഈ ഒരു ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ പാലം കഴിഞ്ഞ് നിലവിലെ ആദ്യത്തെ റോഡാണ് കാണുന്നതിൻ്റെ രണ്ട് ഭാഗത്തുമാണ് നമ്മൾ കണ്ട 6 വരിക്ക് ലെവലാക്കിക്കൊണ്ട് ഇതേ ഹൈറ്റിലേക്ക് മണ്ണിട്ട് ഉയർത്തിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ ഇവിടെ നിന്ന് അങ്ങോട്ട് നമ്മളെ മാമ്പുഴ പാലത്തിൻ്റെ ഒരു ഭാഗത്തേക്കുള്ള പില്ലറിനുള്ള വെക്കാനുള്ള പിയർ ക്യാപ്പിൻ്റെ മുകളിലൊക്കെയുള്ള ഗർഡറുകളൊക്കെ കോൺക്രീറ്റ് ഇട്ട് ആ ഒരു സൈഡിൽ അതിൻ്റെ പണികളൊക്കെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി കുറച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അണ്ടർ പാസ് കണ്ടില്ല, എവിടെയാണ് ഗർഡറുകൾ, ആ പാലത്തിൻ്റെ മുകളിൽ വെക്കാനുള്ള ഗർഡറുകളൊക്കെ പണികൾ കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ ഇവിടുന്ന് നല്ലൊരു ഉയർന്ന ഭാഗമായിരുന്നു ഈ ആദ്യത്തെ റോഡ്. അപ്പോൾ ആ തായ് ഭാഗം നമുക്ക് കാണാം, ആ വയൽ പ്രദേശം അവിടെ നിന്ന് ഇങ്ങോട്ട് ചവിടി മണ്ണൊക്കെയാണ്. അതുകൊണ്ട് പില്ലർ കെട്ടിയിട്ടാണ് മണ്ണിട്ട് ഉയർത്തി ഈ റോഡിനെ ഒപ്പിച്ച് ലെവലാക്കിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ തുടക്കത്തിൽ മാമ്പുഴപ്പാലത്തിൻ്റെ ആ ഭാഗത്തും തുടങ്ങി ഈ ഒരു ഏരിയയിൽ വരെ പൈലിംഗ് വർക്കുകൾ അതിൻ്റെ പണികൾ അവസാന ഘട്ടത്തിലാണെങ്കിൽ ഇവിടെ പില്ലർ കെട്ടി ഇതുപോലെ ഉയർത്തി റോഡ് ബലപ്പെടുത്തുന്നതിന് വേണ്ടി ഇടിഞ്ഞു വീഴാതിരിക്കാനൊക്കെ നല്ല സേഫ്റ്റിയിലാണ് സൈഡ് വാളുകൾ കെട്ടിക്കൊണ്ടിരിക്കുന്നത്. അണ്ടർപാസിൻ്റെ ആ ഒരു ഭാഗത്തും ഇതുപോലെ വലിയ പൈലിംഗ് മെഷീൻ ഉപയോഗിച്ചുള്ള വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി കൂടത്തുംപാറ അണ്ടർപാസിൻ്റെ ആ ഒരു ഭാഗമാണ് കാണുന്നത്. 1/4% അതിൻ്റെ പണികൾ കഴിഞ്ഞിട്ടുള്ളൂ. അതായത് നമ്മുടെ മാമ്പുഴ പാലത്തിൻ്റെ മെയിൻസിലൊക്കെ വാർപ്പിട്ട് ഈ ഒരു സൈഡിൽ അതിനൊപ്പിച്ച് തന്നെ ആ ഒരു വീതിയിലുള്ള പാലത്തിൻ്റെ വർക്ക് കഴിഞ്ഞിട്ട് നേരെ ഓപ്പോസിറ്റിൽ ഈ ഒരു ഭാഗത്തൊക്കെ അതിൻ്റെ വർക്ക് നടക്കാനുണ്ട്. ഇപ്പോൾ അണ്ടർപാസിൻ്റെ പണി കഴിഞ്ഞ രണ്ട് ഭാഗവും മണ്ണിട്ട് ഉയർത്തി വരുന്ന വർക്കുകളാണ്. ഒരുപക്ഷെ ഈ ഭാഗത്തു കൂടെ വാഹനങ്ങളൊക്കെ കടത്തി വിട്ടിട്ടായിരിക്കും മറ്റു പാലത്തിൻ്റെ പണികളും പെട്ടെന്ന് പൂർത്തീകരിക്കുക. അപ്പോൾ വാഹനഗതാഗതക്കുരുക്കിനും വളരെ കുറവായിരിക്കും. അപ്പോൾ അതിൻ്റെ വളരെ വേഗതയിലുള്ളൊരു വർക്കാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു സൈഡിൽ നോക്കിയിട്ട് ഇവിടെയൊക്കെ മണ്ണിട്ട് ഉയർത്തി ആ ഒരു ഭാഗം ഉയർന്നു വന്നിട്ടുണ്ട്. ഇനി ഈ ഉയർത്തി ലെവലാക്കി ഹൈലൈറ്റ് മാളിൻ്റെ ആ ഒരു ഭാഗത്തേക്ക് വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നല്ല രീതിയിലുള്ളൊരു വർക്ക് പാലത്തിൻ്റെ ഈ ഒരു സൈഡിൽ മാത്രമാണുള്ളത്. ആ ഒരു ഏരിയക്കുള്ള ഗർഡറുകളൊക്കെ ഇവിടെ കോൺക്രീറ്റ് പണി കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ നിന്ന് അങ്ങോട്ട് ഹൈലൈറ്റ് മാളിൻ്റെ മുൻവശത്തുള്ള ഫ്ലൈ ഓവറിൻ്റെ വർക്കുകൾ എത്രത്തോളമാണ് ഇനിയുള്ളത് എന്നാണ് നിങ്ങളെ കാണിക്കാനുള്ളത്. അപ്പോൾ ഇവിടെയൊക്കെ ഈ ഒരു ഏരിയയിൽ തുടക്ക ഭാഗത്ത് ക്രാഷ് ബാരിൻ്റെയും അതുപോലെ തന്നെ സെൻറ്ററത്തെ ഡിവൈഡറിൻ്റെയും നേരെ റൈറ്റ് സൈഡിൽ ക്രാഷ് ബാരിൻ്റെ വർക്ക് ആയിട്ടില്ല. നേരെ മറിച്ച് സെൻറ്റർ 6 വരിക്കുള്ള ട്രാക്ക് ഇട്ട് പോയ വർക്കുകൾ കുറഞ്ഞ ഏരിയ ഒക്കെ കഴിഞ്ഞിട്ടുണ്ടോ. ഇവിടെ നിന്ന് അങ്ങോട്ട് ഇനിയും ട്രാക്ക് ഇട്ട് പോകാനുണ്ട്. അതുപോലെ ഇവിടെയൊക്കെ രണ്ട് സൈഡിലെ ബാരിയറിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. സെൻറ്ററത്തെ ഡിവൈഡറിൻ്റെ വർക്ക് ഒരു വശത്ത് വൈറ്റിഞ്ഞ് അടിച്ച് വരാനുണ്ട്. അതുപോലെ ട്രാക്കിൻ്റെ വർക്കാണ് കാര്യമായിട്ടുള്ളത്. പിന്നെ അപ്പോൾ നമുക്കറിയാം മാമ്പുഴപ്പാല അണ്ടർപാസിൻ്റെ അവിടെ നിന്ന് ഇങ്ങോട്ട് നല്ലൊരു വളവും തിരിവുള്ളൊരു ഏരിയയാണ്. പരമാവധി വളവൊക്കെ ഹൈലൈറ്റ് മാളിൻ്റെ ഈ ഒരു ഭാഗത്ത് നിവർത്തിയിട്ട് തന്നെയാണ് റോഡ് കടന്നു വന്നിട്ടുള്ളത്. ഹൈലൈറ്റ് മാൾ എത്തുന്നതിന് മുമ്പായിട്ട് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഇവിടുത്തെ റോഡ് വൈകാൻ ഈ ഭാഗത്തെ വർക്കുകൾ പൂർത്തീകരിക്കാൻ സമയമെടുത്തത് ഈ കാണുന്നത് ഇവിടുന്ന് ലെഫ്റ്റ് ഭാഗത്തായിട്ടുള്ള ഈ ഉയർന്ന ഇത് കട്ട് ചെയ്തപ്പോൾ കരിമ്പാറകളായിരുന്നു. അത് നൈലിൻ റോപ്പ് നൂല് ഉപയോഗിച്ചുള്ള കട്ടിംഗ് വർക്കുകളൊക്കെ കംപ്ലീറ്റ് ചെയ്ത് ഇപ്പോൾ ഇത് നമുക്കിപ്പോൾ കാണാം. 6 വരിയിലൂടെ ട്രാക്കിൻ്റെ വർക്കുകളും അതുപോലെ സൈഡ് കോൺക്രീറ്റ് സൈഡ് മാർബിൾ ഡിസൈനിൽ തന്നെ അത് കട്ടിങ് ആക്കി അവിടെ വെച്ച ഒരു ഏരിയ, അവിടെ പിന്നെ കോൺക്രീറ്റ് വർക്കിൻ്റെ ആവശ്യമില്ല. അങ്ങനെ ആ വർക്കുകളൊക്കെ കംപ്ലീറ്റ് ആയി. ഇപ്പോൾ ഹൈലൈറ്റ് മാളിൻ്റെ മുൻവശത്തുള്ള ഫ്ലൈ ഓവറിൻ്റെ ടാറിംഗ് വർക്കുകളും രണ്ട് ഭാഗത്തെ ക്രാഷ് ബാരിയർ, സെൻറ്ററത്തെ ഡിവൈഡർ, അതുപോലെ സ്ട്രീറ്റ് ലൈറ്റ്, ട്രാക്ക് ഇട്ട് എല്ലാം സെറ്റായി കഴിഞ്ഞൊരു കാഴ്ചയാണ് നമ്മളിതിൻ്റെ മുകളിൽ നിന്ന് നമുക്ക് കാണാൻ പറ്റുന്നത്. അങ്ങോട്ട് നിങ്ങൾ ഹൈലൈറ്റ് മാളിൻ്റെ ആ ഒരു വ്യൂ ഇവിടുന്ന് അടിപൊളി കേട്ടോ. അപ്പോൾ അതും ജസ്റ്റ് നിങ്ങളെ കാണിച്ചതിന് ശേഷം നമ്മളിതിലൂടെ ആ കിടലം നമ്മൾ കാണാൻ പ്രതീക്ഷിച്ചിരുന്ന ഹൈലൈറ്റ് മാൾ ഫ്ലൈ ഓവറിൻ്റെ ഇവിടെ നിന്ന് അങ്ങോട്ട് ഇതിൻ്റെ ലാസ്റ്റ് വരെ പണികൾ എത്രത്തോളമാണ് പൂർത്തീകരിച്ചത്. ഇതിൻ്റെ പാലത്തിൻ്റെ അടിഭാഗത്തെ ആ പാലത്തിൻ്റെ തൂണുകളും അതിൻ്റെ വർക്ക് കഴിഞ്ഞ ഏരിയയും
മൊത്തം ഒന്ന് നിങ്ങളെ കാണിക്കാം. അപ്പോൾ നമ്മളിവിടെ നിന്ന് അങ്ങോട്ട് നോക്കി നിങ്ങൾ അടിപൊളി കേട്ടോ, നല്ല ഹൈറ്റിൽ. ഞാൻ കഴിഞ്ഞ പ്രാവശ്യമല്ല തന്നെ മുമ്പത്തെ പ്രാവശ്യമായിരുന്നു നമ്മളിതിൻ്റെ നേരെ റൈറ്റ് സൈഡ് ആ ബിൽഡിങ്ങിൻ്റെ മുകളിൽ നിന്നും മാളിൻ്റെയും അതിൻ്റെ മുകളിൽ നിന്നും 6 വരിയുടെ അന്നത്തെ ഫ്ലൈ ഓവറിൻ്റെ മുകളിലെ കോൺക്രീറ്റ് വർക്ക് നടക്കുന്ന ആ ഒരു വ്യൂ അതിൻ്റെ മുകളിൽ നിന്ന് സൂപ്പറായിട്ട് നമുക്ക് കാണിച്ചിരുന്നു. ഇന്നിപ്പോൾ അതൊക്കെ കഴിഞ്ഞ് എല്ലാ വർക്കുകളും കൂടെ നോക്കി എന്തായാലും എൻ്റെ ഒരു ഭംഗി. അപ്പോൾ ഇനി വാഹനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്യുന്നൊക്കെ ഇതിൽ കേട്ടോ. സഞ്ഞി അടിഭാഗത്ത് സർവീസ് റോഡാണ്, അതിൻ്റെ പണികളും 2 ഭാഗത്തും കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അടിഭാഗത്തു കൂടി ഇപ്പോൾ വാഹനങ്ങൾ കടന്നു പോകുന്നുണ്ട്, മുകൾ ഭാഗത്തും വാഹനങ്ങൾ കടന്നു പോകുന്നുണ്ട്. പൊതുവേ ഈ ഒരു ഏരിയയിൽ ഹൈലൈറ്റ് മാൾ ഈ ഒരു ഏരിയയിലേക്ക് നമ്മൾ കോഴിക്കോട് ഭാഗത്തേക്കൊക്കെ പോകുമ്പോൾ ഏറ്റവും കൂടുതൽ വാഹന ഗതാഗത കുരുക്കുണ്ടായിരുന്നൊരു പ്രദേശം കൂടിയായിരുന്നു ഈ ഒരു ഏരിയ. ഇപ്പോൾ ഇതിൻ്റെ പണികളൊക്കെ പൂർത്തീകരിച്ച് ഇനി വാഹനം ഓടിക്കുന്നവർക്കും യാത്രക്കാർക്കും വളരെ സുഖകരമായിട്ട് യാത്ര ചെയ്തു പോകാൻ പറ്റിയ നല്ലൊരു പ്രദേശമായിട്ട് ഹൈലൈറ്റ് മാളിൻ്റെയും മുൻവശവും ഈ ഫ്ലൈ ഓവറും മാറിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഏരിയയിലൊക്കെ ഇതിൻ്റെ ടെൻഡർ, അതായത് ഈ പണി ഈ വർക്ക് ഏറ്റെടുത്തുള്ളത് KMC കമ്പനി കേട്ടോ. ആദ്യത്തിലൊക്കെ നമ്മൾ കോഴിക്കോടിൻ്റെ വീഡിയോ എടുക്കാമെന്ന സമയത്ത് തീരെ വർക്ക് നടക്കാത്തൊരു മേഖലയായിരുന്നു ഇതൊക്കെ. ഇപ്പോൾ എത്രയോ പെട്ടെന്ന് മറ്റുള്ള ജില്ലയൊക്കെ മറികടന്ന് തന്നെ വളരെ വേഗതയിലാണ് ഈ ഒരു ഏരിയയിലെ വർക്കുകളൊക്കെ KMC കമ്പനി പൂർത്തീകരിച്ചിട്ടുള്ളത്. അങ്ങനെ ഇതിൽ ലാസ്റ്റ് എത്തുമ്പോൾ ഇവിടുന്ന് ഇപ്പോൾ റൈറ്റ് സൈഡ് ഭാഗത്ത് മാത്രമാണ് ട്രാക്ക് ഇട്ട് വരാനുള്ളത്. അതുപോലെ ഈ ഒരു സൈഡിൽ ട്രാക്കിംഗ് വർക്കുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഞാൻ ഇനി ഇതിൻ്റെ അടിഭാഗമാണ് നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. ഈ ഫ്ലൈ ഓവർ കഴിഞ്ഞാൽ പിന്നെ വരുന്ന ഫ്ലൈ ഓവർ തൊണ്ടയാട് ഫ്ലൈ ഓവറാണ്. ആ ഒരു വീഡിയോ, അതായത് ഈ റീച്ചിൽ തന്നെ ആദ്യം പണി കഴിപ്പിച്ച ഫ്ലൈ ഓവറും കൂടിയാണ് തൊണ്ടയാട്. ആ ഒരു ഏരിയത്തെ വീഡിയോ ഒക്കെ ആയിട്ട് നമുക്ക് അടുത്ത ഘട്ടം ഞാൻ നിങ്ങളെ കാണിക്കാം. ഇപ്പോൾ നമ്മളിതിൻ്റെ ലാസ്റ്റ് എത്തി. ഇവിടുന്ന് അടിഭാഗമാണ് കാണിക്കാൻ പോകുന്നത്. ഇവിടുന്ന് അങ്ങോട്ട് സൈഡ് വാളൊക്കെ ബ്ലോക്ക് ഉയർത്തി ഏകദേശം ഫ്ലൈ ഓവറിന് ഒപ്പിച്ച് വന്ന തുടക്ക ഭാഗമാണ്. ഇവിടെ ക്രാഷ് ബാരിയറൊക്കെ റെഡിമെയ്ഡ് അവിടെ കൊണ്ടുവന്ന് ഇറക്കി വെച്ചിട്ടുണ്ട്. കുറഞ്ഞ ഭാഗങ്ങളൊക്കെ ആ ഏരിയയിൽ ഇനി വെക്കാണ്ട് ആ ഏരിയക്കുള്ളതാണ്. അങ്ങനെ അടിയിൽ നിന്നുള്ളൊരു കാഴ്ച നോക്കിങ്ങൾ, അടിയിൽ നല്ല ഉഷാറാക്കി വെച്ചിട്ട് സർവീസ് റോഡും അതുപോലെ ഈ പില്ലറും പീർ ക്യാബിൻ്റെ അടിഭാഗമൊക്കെ കുറഞ്ഞൊരു ഹൈറ്റിൽ മണ്ണിട്ട് 2 ഭാഗം സൈഡൊക്കെ പടുത്ത് ഉഷാറാക്കി വന്നിട്ടുണ്ട്. അങ്ങനെ ഇന്നത്തെ വീഡിയോയുടെ തുടക്കം അറപ്പുഴപ്പാലം പന്തിരങ്കാവ് ഈ ഫ്ലൈ ഓവറിൻ്റെ മുകൾ ഭാഗവും താഴ് ഭാഗമൊക്കെ ഞാൻ നിങ്ങളെ കാണിച്ചു. അപ്പോൾ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ അതിൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യുക. കമൻറ്റ് ബോക്സിൽ ഓരോ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. അപ്പോൾ ഇതുപോലെയൊക്കെയുള്ള പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഇൻഷാ അല്ലാഹ്.